ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് ഏലിയൻസ് ആയിരിക്കും. ഏലിയൻസിനെ കുറിച്ച് ഇപ്പോൾ നൂറുകണക്കിന് സിനിമകൾ. ഒരാഴ്ച കൊണ്ട് അവതാർ സെക്കൻഡ് നേടിയത് 3 കോടി രൂപയാണ്. ഒരാഴ്ച കൊണ്ട്. അതിനുവേണ്ടി ജെയിംസ് കാമറൂൺ അടയിരുന്നുണ്ടാക്കിയതാണ്. ലോകത്തെ വലിയൊരു സമൂഹത്തിന്റെ വല്ലാത്തൊരു അപേക്ഷ കൊണ്ടാണ് ജെയിംസ് കാമറൂൺ ഈ 2ാമത്തെ ഫിലിം കൊണ്ടുവരുന്നത്, അവതാർ. അവതാർ ഇപ്പോൾ ലോകമാകെ ഓടിക്കൊണ്ടിരിക്കുക. എന്താ അവതാറിന്റെ പ്രമേയം? അന്യഗ്രഹ ജീവികളാണ്. അന്യഗ്രഹ ജീവികളാണ് ആര്? ഏലിയൻസ്. അപ്പൊ ഏലിയൻസ് ആണ് ഭൂമിയിലേക്ക് ജീവനെ കൊണ്ടുവന്നാൽ എന്ന് വെച്ചാൽ ഏലിയൻസിന് പോയി എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് എന്തില്ല ചോദ്യമല്ല. കാരണം ഏലിയൻസ് നമ്മൾ വിചാരിക്കുന്ന ഒരു പരിധിയിൽ ഒരുങ്ങുന്ന ഒരു സാധനമല്ല. ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ടിരുന്നത് അവതാരടക്കം. ഈ ആധുനിക സിനിമകൾ മുഴുവനും ആരെ നിഷേധിക്കാണ്? അള്ളാഹ് നിഷേധിക്കുക. ആധുനിക സിനിമകൾ മൊത്തം പ്രമേയം അള്ളാഹ് നിഷേധിക്കുക. ഏലിയൻസ് ആണ് ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാലോ മനുഷ്യൻ ധാർമ്മിക ബാധ്യതകൾ ഉണ്ടാവില്ല. കാരണം ഒരു ധർമ്മനിഷ്ഠയുള്ള ആളല്ല ആര്? ഏലിയൻ. അല്ലാഹ് എന്ന് പറയുമ്പോഴും റബ്ബ് എന്ന് പറയുമ്പോഴും അതിന് 2 തരം, കേൾക്കുന്നവന് 2 തരം മാനസികാവസ്ഥയാണ് ഉള്ളത്. അടിസ്ഥാനപരമായി അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് അവൻ അല്ലാഹുവാണ്. അതോടുകൂടെ തന്നെ അല്ലാഹ് എന്ന പരിശുദ്ധമായ ആ ജലാലത്തിന്റെ ഇസ്മ അല്ലാഹ്, ഈ ഒരു ഇസ്മ മനുഷ്യനെ ഏറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറെ ഉത്തരവാദിത്വം ഉളവാക്കുന്ന ഒരു വാക്കാണ് അല്ലാഹ്. എന്താണ് ഈ അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം? അൽ ഇലാഹ് എന്ന വാക്കിനെ യോജിപ്പിച്ചതാണ് അല്ലാഹ്. ഇലാഹ് എന്നാൽ ആരാധ്യൻ, ആരാധന ചെയ്യേണ്ടവൻ. അപ്പോൾ അൽ ഇലാഹ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാധന ചെയ്യേണ്ടവൻ. അപ്പോൾ അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥമായി ആരാധന ചെയ്യപ്പെടേണ്ടവന്റെ നാമമാണത്. ഈ നാമം നമുക്ക് നൽകുന്നത് ഉത്തരവാദിത്തമാണ്. അവൻ ആരാധനക്കർഹനാണ്. നാം അവനല്ലാത്തവർ അവനെ ആരാധന ചെയ്യേണ്ടവരാണ്. അപ്പൊ ഉത്തരവാദിത്തം ആർക്കാ? നമുക്ക്. വലിയ ഇസ്മാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ അസ്മായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മ അല്ലാഹ് എന്ന ഇസ്മനെയാണ്. ഏറ്റവും പ്രധാനം അതാണ്, ഏറ്റവും മഹത്വപ്പെട്ടത് അതാണ്, പകരമില്ലാത്ത ഇസ്മ അതാണ്. ഒരു മുനാസബത്തിന് വേണ്ടി പോലും ചേർത്ത് നിർത്താത്ത ഒരു ഇസ്മുണ്ടെങ്കിലും അതാണ് മുനാസബത്ത്. ഒരു ചേർച്ച ബന്ധ ഉദാഹരണം പറയാം. റബ്ബുൽ ബൈത്ത് എന്ന് പറയും ഒരു വ്യക്തിയെ പറ്റി. എന്താണ് അർത്ഥം? ഹോം ഗാർഡിയൻ, വീട്ടിന്റെ രക്ഷിതാവ്. റബ്ബത്തുൽ ബൈത്ത് എന്ന് പറയും വീട്ടുകാരിയെ പറ്റി. അങ്ങനെ ഉപയോഗിക്കാം, അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അതായത് റബ്ബുൽ ബൈത്ത് വീട്ടുകാരൻ, ആ വീട്ടിന്റെ ആൾക്ക് റബ്ബുൽ ബൈത്ത് എന്ന ഒരു സംസാര ശൈലി അറബികൾക്കിടയിലുണ്ട്. റബ്ബത്തുൽ ബൈത്ത് എന്ന് പെണ്ണുങ്ങളെ പറ്റി, വീട്ടുകാരിയെ പറ്റി റബ്ബത്തുൽ ബൈത്ത് എന്ന് പറയുന്ന ഒരു ശൈലിയും അറബികൾക്കിടയിലുണ്ട്. അപ്പോൾ ഒരു ചേർച്ചാ ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കാണത്. റഹീം എന്ന വാക്ക് പുണ്യ റസൂലിന് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പുണ്യ റസൂലിനെ പറ്റി പറഞ്ഞു. റഊഫ് റഹീമാണ് മുഹമ്മദ് മുസ്തഫ. ഇനി മുഅ്മിനീങ്ങളെ പറ്റിയും പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും, അവർക്കിടയിൽ റഹീമുകളാണ്. ആ റഊഫും പറഞ്ഞു, റഊഫുർ റഹീം. റഊഫുള്ളാഹിന്റെ നാമാണ്, നബിയെ ചേർത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹ് എന്ന പദം ഒരാൾക്കും പറഞ്ഞിട്ടില്ല. മത്സരബുദ്ധിയോടെ പോലും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്ക് അല്ലാഹ് എന്ന് പേരിട്ടിട്ടില്ല. ലോക ചരിത്രത്തിൽ മത്സരബുദ്ധിയാ പോലും ഒരാൾക്ക് അല്ലാഹ് എന്ന പേര് ഇല്ല, ഇന്ന് വരെ ഇല്ല, മാനവ ചരിത്രത്തിൽ ഇല്ല. ഇനി നാളെ അങ്ങനെ ഒരു പേരിട്ടാൽ ആ പേര് നിലനിൽക്കുകയുമില്ല. അല്ലാഹ് എന്ന പേര് വളരെ പ്രധാനപ്പെട്ട പേരാണ്. അത് അല്ലാഹുവിലൂടെ അടിമയോട് അവനെ അറിയിച്ചതാണ്. എന്നാൽ റബ്ബ് എന്ന വാക്ക് അങ്ങനെയല്ല. റബ്ബ് എന്ന വാക്ക് അടിമയിലൂടെ അല്ലാഹു അടിമക്ക് അവനെ അറിയിച്ചു കൊടുത്തതാണ്. അല്ലാഹ് എന്ന പദം അവനിലൂടെ അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താണ്.
അവനിലൂടെ അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്ത പദമാണ് എന്ത്? അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ അവൻ അല്ലാഹുവാണ്. ആ പദത്തിൽ ഉത്തരവാദിത്തം ഖൽഖിനാണ്. എന്താ ഇതിനർത്ഥം? യഥാർത്ഥ ആരാധ്യൻ. അപ്പോൾ ആരാധന ലഭിക്കേണ്ടവൻ അവനൊരു ഉത്തരവാദിത്തമല്ല. ഉത്തരവാദിത്തം ആർക്കാ? ആരാധന ചെയ്യേണ്ടവർ. ആരാ ആരാധന ചെയ്യേണ്ടവർ? മാസിവ, അവനല്ലാത്തവരെല്ലാം. ആരാധന വാങ്ങേണ്ടവൻ ആരാ? അവൻ. അപ്പൊ ഉത്തരവാദിത്തം ആർക്കാ? ഖൽഖിന്. അപ്പോൾ അതിന്റെ വലിപ്പത്തിലും ആർക്കാ? അതിന്റെ എല്ലാം ആർക്കാ? അവന്. അല്ലാഹു, ഞാനാണ് ആരാധ്യൻ എന്ന് അറിയിക്കുന്ന ഇസ്മാണ് ഏത്? അല്ലാഹ്. അപ്പോൾ അല്ലാഹുവിലൂടെ അല്ലാഹുവിനെ കുറിച്ച് അടിമകൾക്ക് അറിയിച്ചു കൊടുത്ത ഇസ്മാണ് ഏത്? അല്ലാഹ്. എന്നാൽ റബ്ബ് അങ്ങനെയല്ല. റബ്ബ് അല്ലാഹുവിനെ കുറിച്ച് അടിമയിലൂടെ അടിമക്ക് അറിയിച്ചു കൊടുത്താണ്. അവിടെ മസ്ഊൽ അല്ലാഹുവാണ്, അടിമയല്ല. ഉത്തരവാദിത്വം. റബ്ബ് എന്ന വാക്കിന് അർത്ഥം എന്താ? സംരക്ഷിക്കുന്നവൻ, സംരക്ഷിക്കേണ്ടവൻ. അപ്പൊ മസ്ഊലിയത്താർക്കാ? അല്ലാഹു തആലക്ക്. അവനാണ് സംരക്ഷിക്കേണ്ടവൻ. ഇവനോ ഒന്ന് നിന്നോടുത്താൽ മതി. ആർക്ക്? സൃഷ്ടി. മനുഷ്യൻ എന്ന് പറയല്ലേ, ഏതൊരു സൃഷ്ടിക്കും റബ്ബാണ് ആര്? അല്ലാഹ്. ഏതൊരു സൃഷ്ടിക്കും റബ്ബാണ് അല്ലാഹ്. അപ്പോൾ മസ്ഊൽ ആരാ? അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? സംരക്ഷിക്കേണ്ടവൻ. അപ്പോൾ മനുഷ്യർക്ക് ഇവിടെ മൗജൂദായാൽ മതി, അല്ലെങ്കിൽ മഅ്ദൂമായ മതി. മൗജൂദ് ഉണ്ടാവൽ, മഅ്ദൂം ഇല്ലാതെയാകൽ. മൗജൂദായാൽ മൗജൂദിന് ഉണ്ടാകേണ്ട അളവിലും, മഅ്ദൂമായാൽ മഅ്ദൂമിന്റെ അളവിലും അവൻ റബ്ബായിരിക്കും. മൗജൂദ് ഉണ്ടായവൻ, ഉള്ളവൻ. മഅ്ദൂം ഇല്ലാത്തവൻ. ഇപ്പൊ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അപ്പോൾ അവനാരാ? അല്ലാഹു ആരാ? റബ്ബ്. സംരക്ഷിക്കണം. ഇനി ഒരാൾ അല്ലാഹു തആല മരിപ്പിച്ചു എങ്കിൽ അവന് യോജിച്ചത് കൊടുത്ത് അവന് അല്ലാഹു റബ്ബാണ്. യോജിച്ചു കൊടുക്കും. ചിലപ്പോൾ സ്വർഗാവും, ചിലപ്പോൾ നരകാവും. അവൻ യോജിച്ച് ചിലപ്പോൾ നരകാവും, ചിലപ്പോൾ സ്വർഗാവും. രക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കാനും അധികാരം. രക്ഷയുടെ ഭാഗം തന്നെയാണ് ശിക്ഷയും. ശിക്ഷ വേറൊന്നല്ല, രക്ഷയുടെ ഭാഗമാണ് എന്ത്? ശിക്ഷ. ഒരാൾക്ക് ശിക്ഷ മാത്രം പറ്റൂല. 10 പൈസന്റെ ഒരു അരക്കിലോ അരി വരെ ബാപ്പ വാങ്ങി തരൂല. വൈകുന്നേരമായ പൊരേക്ക് ഉമ്മാനി മക്കളെയും തല്ലാൻ വേണ്ടി വരും. ആ ബാപ്പ വല്ലാതെ നനക്കൂല. ഒരു ദിവസം മക്കളും കുടുംബക്കാരും ചവിട്ടി പുറത്താക്കും. അയാളെ രക്ഷിതാവ് എന്നറിയില്ല, അക്രമി എന്ന് പറയാം. ശിക്ഷിക്കാനായിട്ടൊരു ബാപ്പല്ല. ഇനി ഒരു ബാപ്പ അരിയും കൂട്ടാനും ഒക്കെ വാങ്ങിക്കൊടുക്കും. കുട്ടികൾ എന്ത് കാട്ടിയാലും ഒരു വാക്ക് വരെ പറയില്ല. അപ്പോൾ ബാപ്പാന്റെ ഏട്ടൻ മൂത്താപ്പയോ, ബാപ്പാന്റെ ബാപ്പയോ, വല്ലിപ്പയോ, ഏതെങ്കിലും അമ്മാവനോ അല്ലെങ്കിൽ അമ്മൂശാക്കയോ ഏതെങ്കിലും ഒരുത്തൻ ഒരു ദിവസം കയറി വന്നിട്ട് ഈ കുട്ടികൾ നാശമായ സന്ദർഭത്തിൽ ആരോട് പറയും? ഇജി പണിക്കോയാണ് പൈസയും സാധനം അരിയും കൂട്ടാനും വാങ്ങിക്കൊടുത്താൽ മതി. കുട്ടികൾ കുതിര വിട്ട് കിടക്കണം, ഇജി നോക്കണ്ടേ? അത് എൻ്റെ ഉത്തരവാദിത്തല്ലേ? അപ്പോൾ രക്ഷയുടെ ഭാഗം തന്നെയാണ് എന്തും ശിക്ഷയും. രക്ഷയുടെ ഭാഗമാണ് ശിക്ഷ. ശിക്ഷയില്ലെങ്കിൽ രക്ഷയ്ക്കൊരു മാനയില്ല. തല്ല് കൊടുക്കാന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ തല്ലിന് വേണ്ടി പിന്തിപ്പിക്കാം. ചിലപ്പോൾ ഇപ്പോൾ വിളച്ചു കാട്ടിയാൽ പിന്നീട് നന്നാവും എന്ന് അറിയുന്ന ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ അധ്യാപകന് ഈ കുട്ടിയെ ശിക്ഷിക്കാതെ പിന്തിപ്പിക്കാം ഒക്കെ ചെയ്യാം. എന്തുകൊണ്ട്? ഇത് രാജാതിരാജനായ റബ്ബാണ്. രാജാതിരാജനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബാണ്. അവൻ നമ്മോട് ആദ്യം പറഞ്ഞ അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്നാണ്. പിന്നെ ഭൂമിയിൽ എത്തിയിട്ടാണ് പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബായി എനിക്ക് ആരാധിക്കണം. അതെന്നെ പറഞ്ഞപ്പോൾ ന്യായം പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ ഇലാഹക്കും എന്നല്ല. ആദ്യത്തെ ആരാധനക്ക് വേണ്ടി കൽപ്പിച്ച ആദ്യത്തെ ആയത്ത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ ബഖറ 21. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء ورزقا لكم. എന്താ അല്ലാത്ത വേറെ ആരും പണിയെടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ആ ആയത്തിന്റെ തന്നെ ഭയങ്കര രസം.
അള്ളാഹു ആദ്യമായി നമ്മളോട് ആരാധിക്കാൻ കൽപ്പിക്കാൻ റബ്ബക്കും. ഇതിന് മുമ്പുള്ള സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കല്ല, നമ്മൾ അള്ളാഹുനോട് അപേക്ഷിക്കുക. ഫാത്തിഹയിൽ പ്രത്യക്ഷത്തിൽ കൽപ്പനയില്ല, പരോക്ഷമായ കൽപ്പനയുള്ളൂ. പ്രത്യക്ഷ കൽപ്പനയിൽ നമ്മുടെ അപേക്ഷയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു അംറിന്റെ ദുആന്റെ ഒരു ഫിഅല് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ സനാഅത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു പ്രശംസയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിന്റെ പ്രശംസയാണ്. റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പ്രശംസയാണ്. മാലിക് യൗമിദ്ദീൻ അല്ലാഹുവിന്റെ പ്രശംസയാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അല്ലാഹുവിന്റെ പ്രശംസയാണ്. പിന്നെ ആകെ അല്ലാഹു സുബ്ഹാനഹു ആ സൂറത്തിൽ ഒരു അപേക്ഷ ഉള്ളത്, അത് അല്ലാഹു നമ്മളോട് കൽപ്പിക്കും. പക്ഷെ ഇത് അല്ലാഹു നമ്മോടല്ല, നമ്മൾ അല്ലാഹുവോട് അപേക്ഷിക്കാൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അത് അപേക്ഷയാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന വരുന്ന ആയത്ത് ഇതാണ്. ഏത്? യാ അയ്യുഹന്നാസ് മനുഷ്യരെ ഉഅ്ബുദൂ റബ്ബക്കും റബ്ബായ എനിക്ക് നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? ഞാൻ റബ്ബായതുകൊണ്ട്. കൃത്യമാക്കി പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. റബ്ബിനെ ആരാധിക്കാൻ കാരണം അവൻ റബ്ബായതുകൊണ്ട്. അവൻ റബ്ബാണ്. നിങ്ങളോ അതിന്റെ മുന്തഫിഈന ബിറുബൂബിയത്തിഹി, അവന്റെ റുബൂബിയത്ത് കൊണ്ട് ഉപകാരം സിദ്ധിച്ചവരങ്ങൾ. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതെന്താ? അത് നിങ്ങളുടെ ഇബാദത്താണ്. വഅൻതും മുന്തഫിഊന ബിറുബൂബിയത്തിഹി, അല്ലാഹു റബ്ബാണ് എന്നതുകൊണ്ട് ഉപകരിക്കുന്നവരാണ് നിങ്ങൾ. അല്ലാഹു റബ്ബാണല്ലോ, അവൻ രക്ഷിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കണേ. അപ്പൊ നിങ്ങൾ എന്തിനും തിരിച്ചു കൊടുക്കണ്ടേ? ഈ കരണ്ട് ഇവിടെ കത്തിക്കണേന് അതിന് ബില്ലെടുക്കണ്ടേ? അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആരാ? നീ ഉപകരിച്ചോനാ. അവൻ ആരാ? അവൻ ഉപകാരം ചെയ്തോനാ, നീ ഉപകരിച്ചോനാ. അപ്പൊ യാ അയ്യുഹന്നാസ് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് മനുഷ്യരെ ഉഅ്ബുദൂ റബ്ബക്കും. നിങ്ങൾ ബില്ലടച്ചാൽ നിങ്ങളെ ഇതുവരെ രക്ഷിച്ചെന്നല്ലോ. മുതുകല്ലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്ന് തെറിച്ചു പുറപ്പെട്ട ഒരു കറയിൽ നിന്ന് നിങ്ങളെ പഠിച്ചു. അങ്ങനെ തന്നെയല്ലേ? خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع. അവൻ നിങ്ങളെ റബ്ബാണ്, അവൻ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ ഈ കാണുന്ന നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ അവൻ പഠിച്ചു. വെള്ളം തന്നു, വെളിച്ചം തന്നു, ഭക്ഷണം തന്നു, എല്ലാം തന്നു. എല്ലാ സാധനങ്ങളും ആവശ്യമായതെല്ലാം തന്നു. എന്തിനും അവന്റെ സംവിധാനമാണ്. എന്തുകൊണ്ട്? അവൻ റബ്ബാണ്. നമ്മളെ ഉമ്മാടെ വയറ്റിലായി, പിന്നെ നമുക്ക് ഭക്ഷണമില്ല. നമ്മളെ അല്ലാഹു പഠിച്ചു. പിന്നെ 5-6-7 മാസം, നമ്മളെ 8-9 മാസം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉള്ളിൽ നിന്ന് വളർത്തുക. അതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം അവിടെ തന്നെ ഉണ്ട്. ഈ ഉള്ളിലുള്ള ഭക്ഷണം ഇനിയും മതിയാവൂല. മാത്രമല്ല, ഈ ഉള്ളിലുള്ള ഭക്ഷണം ഇനിയും കഴിക്കാനും പാടില്ല. എന്തുകൊണ്ട്? സംവിധാനങ്ങളൊക്കെ ശരിയായി. ഇനി പുറം ഭക്ഷണം കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായി? സുമ്മസബീല യസ്സറ, പിന്നെ പുറത്തേക്കുന്ന വഴി എളുപ്പാക്കി. 4-4.5 കിലോ തൂക്കമുള്ള കുട്ടിയെ നിസ്സാരമായ ദ്വാരത്തിലൂടെ പുറത്താക്കി. എന്തുകൊണ്ട്? അവൻ ആരാണ്? റബ്ബാണ്. മനുഷ്യൻ അജൂലാണ്, ധൃതി പിടിച്ചവനായത് കൊണ്ട് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യനെ പോലെ, മനുഷ്യൻ എന്ന ചെറിയ ജീവിയല്ലേ, എത്ര ആനകൾ പ്രസവിക്കുക, എത്ര വൻ മൃഗങ്ങൾ പ്രസവിക്കുക, എത്ര കാട്ടുപോത്ത് കാട്ടെരുമകൾ പ്രസവിക്കുക. എന്നിട്ട് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഓപ്പറേഷൻ ഇല്ല? മനുഷ്യന്റെ ദുശീലങ്ങളെ അത് പഠിച്ചിട്ടില്ല. മനുഷ്യന്റെ ദുശീലങ്ങൾ ആനകൾ പഠിക്കാൻ തുടങ്ങിയാൽ ആനകൾക്കും വേണ്ടി ആശുപത്രി ഉണ്ടാവും, ഓപ്പറേഷൻ. അതിനു മുമ്പ് ഇവിടെ മാമത്തുകൾ ഉണ്ടായിരുന്നു. മാമത്ത് എന്താണെന്നറിയോ? വേറൊരു തരം ആന. ഇന്നത്തെ ആനനെ ചെറുതായതായിരിക്കും. അപ്പോ ആന എന്തുകൊണ്ട്? നിങ്ങൾക്ക് കേറാനുള്ള ഉയരം അല്ലേ അതിന് പറ്റുള്ളൂ. വലിയ ആനയും ചെറിയ മനുഷ്യൻ കാലാന്തരത്തിൽ എന്തായി? ചെറുതായി. മനുഷ്യന് വാഹനങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടിയത്? മനുഷ്യൻ ഒരു കാലത്ത് ഈ ഭൂമി ചുറ്റും 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചുറ്റിറക്കും. ഫ്ലൈറ്റ് അല്ല, എന്ത് നടക്കുക. ആചാര്യ മനുഷ്യന്മാരാണ്. മനുഷ്യൻ ചെറുതായപ്പോഴാണ് വാഹനം വേണ്ടിയത്. ഒരു കാലത്ത് ഈ ജീവികൾ ഇതിനേക്കാൾ വലുതായിരിക്കും. എന്തുകൊണ്ട്? അന്ന് മനുഷ്യൻ അതിനെ വാഹനമാക്കേണ്ടേയില്ല. നീ അന്ന് വാഹനമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ 10 ഇരട്ടി ഉണ്ടാവും. എന്തുകൊണ്ട്? അത്ര വലിയ മനുഷ്യന്മാരാകുമ്പോൾ ഈ പോത്തിന്റെ ഈ കൈതന്റെ പുറത്ത് കയറിയാൽ ചത്തൂര്. നിങ്ങൾക്ക് വേണ്ടിയാ പഠിച്ചത്. കാരണം അവൻ ആരാണ്?
റബ്ബാണ്, അവൻ റബ്ബാണ്. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ്? ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ വിവരം പറയാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയൂല. ഈ സംവിധാനങ്ങൾ അവൻ റബ്ബാണ്, അല്ലാഹു റബ്ബാണ് എന്ന് പഠിക്കണം. അല്ലാഹു റബ്ബാണെന്ന് പഠിച്ചാൽ ഇബാദത്ത് ചെയ്യും. ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു യുഹീ വയുമീതു റബ്ബുക്കും റബ്ബു ആബായിക്കും. അപ്പൊ നമ്മളെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ പഠിക്കണില്ല. എന്ത് പഠിക്കണില്ല? അല്ലാഹു റബ്ബായെന്ന് പഠിക്കണില്ല. അല്ലാഹു റബ്ബായെന്ന് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ആരാധിക്കും. നമ്മൾ പാപ്പാന്റെ കൂടെ സ്കൂളിലേക്ക് കയ്യും പിടിച്ചു പോയി. പാപ്പാന്റെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഏതോ ഒരു അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, എന്ത് ചെരുപ്പിന് പുറത്ത് വെക്ക്, അല്ലെങ്കിൽ സ്ലേറ്റ് പുറത്ത് വെക്ക്. ഓഫീസിലേക്ക് കയറിയപ്പോൾ അല്ലെങ്കിൽ മണമ്പിന്റെ മേലെ തുണിയെടുക്ക് എന്ന് എന്റെ ഒരു മാഷി പറഞ്ഞു. സങ്കല്പിക്ക്, മുടി വെട്ടിവാ, ഇയാള് മുടി കൊണ്ട് പറ്റൂല, അങ്ങനെ പറഞ്ഞു വെക്ക. അപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് തോന്നും? ഇയാൾ ആരാണ് പറയാൻ? ഇതേ മനുഷ്യൻ പിന്നെ നമ്മളെ ക്ലാസ് ടീച്ചറാന്ന് ബോധ്യപ്പെട്ടാലോ പറഞ്ഞൊക്കെ കേൾക്കും. റബ്ബുക്കും അങ്ങനെ അർത്ഥം. അള്ളാഹുവിനെ ആരാധിക്കണം എന്നാ അള്ളാഹു ആരാൻ തിരിയാതെന്നാൽ ആരാധിക്കൂല. അതിന് അള്ളാഹു നമുക്കാര്. അവിടെയാണ് എന്തിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്? റബ്ബുക്കും യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് എന്നർത്ഥം. എല്ലാവരുടെയും സമർപ്പണങ്ങളും അല്ലാഹുവാണ്. എല്ലാ ഇബാദത്തും ഒറിജിനാലിറ്റി ഇബാദത്താണെങ്കിൽ ആ ഇബാദത്തിൽ അന്തർലീനമായത് എന്താ? സമർപ്പണം. അങ്ങനെ തന്നെയല്ലേ? ഒരു ഇബാദത്തിന്റെ അന്തർഭാഗത്ത് ഒതുങ്ങിയതെന്താ? ഇബാദത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയ കാര്യം എന്താ? സമർപ്പണം. അൽഹംദുലില്ലാഹ് ഖൗലൻ വഫിഅലൻ വതഖരീറൻ. വാക്കായാലും പ്രവൃത്തിയായാലും അംഗീകാരമായാലും അതിന്റെ എല്ലാം, അത് വാക്കാകാം, പ്രവൃത്തിയാകാം, അംഗീകാരമാകാം. ഏത് സമർപ്പണത്തിന്റെയും ഉള്ളിൽ സനാവുണ്ട്. അള്ളാഹു അതിന് അർഹനായതുകൊണ്ടല്ലേ നമ്മൾ നോമ്പോച്ച്? അള്ളാഹുവിന് അർഹനായതുകൊണ്ടല്ലേ നമ്മൾ സ്കിച്ച്? അള്ളാഹു അർഹനായതുകൊണ്ടല്ലേ നമ്മൾ സ്വതക്ക കൊടുത്ത്? അള്ളാഹു അർഹനായതുകൊണ്ടല്ലേ ഹജ്ജിന്? അവൻ അർഹനായിരിക്കുക എന്നത് അവന്റെ മേലുള്ള ഒരു സനാല്ലേ? അവൻ അർഹനായത് കൊണ്ടല്ലേ അവന് നിസ്കരിച്ച്? അപ്പൊ ഈ നിസ്കാരത്തിന്റെ അന്തർധാര ഒരു സനാല്ലേ? നിസ്കരിക്കാൻ അവൻ അർഹനാണ്. അവൻ അർഹനായിരിക്കുക എന്നതാണ് അവന്റെ സനാവ്. അപ്പൊ ഈ അൽഹംദുലില്ലയിൽ മാത്രമല്ല സനാവുള്ളത്, എല്ലാ വിഭാഗത്തും സനാവ്. നമ്മൾ നിസ്കരിച്ചത് എന്തുകൊണ്ടാണ്? അവൻ നിസ്കാരത്തിന് അർഹനാണ്. നമ്മൾ നോമ്പോറ്റ എന്തുകൊണ്ടാണ്? നാം അവന്റെ കൽപ്പനക്ക് വഴിപ്പെടാൻ അവൻ അർഹനാണ്. നാം ഹജ്ജ് ചെയ്ത് എന്തുകൊണ്ടാണ്? നാം അവന് കൽപ്പനക്ക് വഴിപ്പെട്ട് കൊടുക്കാൻ മാത്രം അവൻ അർഹനാണ്. നാം നയിച്ചുണ്ടാക്കിയ പൈസ അവിടെ മാത്രം ആലോചിക്ക്. ആ പൈസ നമ്മൾ ഒരു കാര്യം വന്നപ്പോൾ സ്വതക്ക കൊടുത്തു. എന്തുകൊണ്ട്? സ്വതക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വാസ്തവമാക്കൽ, തസ്ദീഖിനാണ് സ്വതക്ക എന്ന്. ഉള്ളിൽ അള്ളാഹുവിന് വിശ്വാസമുള്ളവനെ എന്ത് ചെയ്യുള്ളൂ? സ്വതക്ക കൊടുക്കുള്ളൂ. മറ്റൊരു പൈസ ഏറിയാൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചില പോരാൾമാരൊക്കെ കൊടുക്കും. അതല്ല ഇവിടെ സ്വതക്ക. സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ? തിന്നിട്ടില്ലെങ്കിൽ കൊടുക്കും. ഇവിടെ മൾട്ടി മില്യോണിയർമാര് കൊടുക്കുന്ന സ്വതക്ക അല്ലടാ സ്വതക്ക. അതിന് സ്വതക്ക അല്ലാന്ന് വലിയ വലിയ ബാൾ എടുക്കണ്ട. അതല്ല. അത് അവരെന്തുകൊണ്ട് കൊടുത്തു? അവർ മില്യോണർമാരായതുകൊണ്ട് കൊടുത്തു. അതിന്റെ പിന്നിൽ അവർക്ക് ശൂറത്തുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ കൊടുക്കും. എന്തുകൊണ്ട്? അവർക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. എന്നാൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഭക്ഷണം ആവശ്യക്കാരൻ വന്നപ്പോൾ കൊടുത്തു. എന്തുകൊണ്ട്? അതിലുള്ള വിശ്വാസമാണ്. അതാ സ്വതക്ക. സ്വതക്ക തസ്ദീഖിൽ നിന്നാണ്. എന്താ തസ്ദീഖ്? അള്ളാഹുവിനെയും റസൂലിനെയും സത്യമാക്കലിനാണ് തസ്ദീഖിൽ നിന്നാണ് എന്തുണ്ടായത്? സ്വതക്ക ഉണ്ടായത്. അപ്പൊ ഏതൊരു ഇബാദത്തിന്റെയും ഉള്ളിലുള്ള അന്തർധാര അവന്റെ സനാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാവരിൽ നിന്നും എല്ലാ നൽകാര്യത്തും സ്വീകരിക്കാൻ അവൻ അർഹനാണ്. എന്തുകൊണ്ട്? ഉടനെ പറഞ്ഞു എന്ത്? റബ്ബിൽ ആലമീൻ. അവൻ സർവരെയും സംരക്ഷിക്കുകയല്ലേ? അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ടത് അവന് തന്നെയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന്റെ മറ്റൊരു വാക്കാണ് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും. നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. എന്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കണം? അവൻ റബ്ബായതുകൊണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം അവൻ ഒരുക്കി.
ഇപ്പൊ റെവല്യൂഷൻ വാദിക്കുന്ന, എന്താ പറയാ, പരിണാമ സിദ്ധാന്തം വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം പോസിബിളി മനുഷ്യൻ എവിടുന്ന് ഉണ്ടായി എന്ന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകൾ അവർ മുഴുകിടുക. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് ഇപ്പോൾ നേരം കിട്ടിയിട്ടില്ല. മനുഷ്യൻ എവിടുന്ന് ഉണ്ടായി, എവിടുന്ന് ഉണ്ടായതല്ല, മനുഷ്യൻ ഈ സംവിധാനങ്ങളില്ല ഉണ്ടായത്. ഒരുപാട് സംവിധാനങ്ങളുണ്ട് മനുഷ്യന്. ഈ സംവിധാനം ഒരുക്കി കൊടുത്തവനാണ് ആര്? റബ്ബ്. ആ റബ്ബിന്റെ പ്രൊട്ടക്റ്റാണോ? ഒരു ദിവസം ഉണ്ടായതല്ല, സംവിധാനങ്ങളാണ്. എന്നിട്ട് 1.5 നൂറ്റാണ്ട് AD 1857 AD 1857 ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് രംഗത്ത് വരുന്നത്, പരിണാമ സിദ്ധാന്തം. എന്നിട്ട് 1.5 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും അതൊരു എന്ത് ചെയ്യാന്നറിയാം, അതൊരു കൃത്യമായി വർക്കൗട്ട് ചെയ്യാവുന്നൊരു തിയറിയാണ് എന്ന് മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് തെളിവുദ്ധരിക്കാൻ അവർക്കോട്ട് കഴിഞ്ഞിട്ടും ഇല്ല. അവർക്ക് എന്തിനെ നിഷേധിക്കണം? അവൻ റബ്ബല്ല നിഷേധിക്കണം. റബ്ബാണെങ്കിലോ അവർക്ക് വേണ്ടത് അവൻ റബ്ബല്ല, താനെ ഉണ്ടായത് റബ്ബല്ല. അപ്പോൾ പിന്നെ എന്തിനു ബാധ്യതയില്ല? ആരാധിക്കാൻ ഒരു ബാധ്യതയില്ല. അവർക്ക് അവരുടെ തോന്നിയതുപോലെ ജീവിക്കാം. ദൈവമില്ലാത്ത മതങ്ങളുണ്ട് ലോകത്ത്. ആരാ എന്റെ പിന്നിൽ? ദൈവമില്ലാത്ത മതങ്ങളുണ്ട്. മതവിശ്വാസിയാണ്, എന്തില്ല? ആ മതത്തിൽ തന്നെ ദൈവമില്ല. മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ദൈവം നഷ്ടപ്പെട്ടു പോയതല്ല, എന്തില്ല? ദൈവമില്ലാത്ത മതം. താവോയിസം. താവോയിസത്തിൽ എന്തില്ല? ദൈവമില്ല. കൺഫ്യൂഷനിസം, ദൈവമില്ല. ആരാ എന്റെ പിന്നിൽ? ശൈത്താൻ. എന്തുകൊണ്ട്? മതമുണ്ട് എന്ന നിലയിൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്തണം, എന്നാൽ ദൈവമില്ല. ഇവിടെ റബ്ബാണ് എന്നതിനെ നിഷേധിക്കണം. റബ്ബാണ് നിഷേധിക്കണം. റബ്ബാണ് എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നതിനോ അവന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നതിനോ ഒരു അർത്ഥമില്ലാതെ സമർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബാവുക എന്ന ഭാഗത്തെ ഒരു മറന്നു കളഞ്ഞു. എന്നിട്ട് അവനെ സ്വയം ഉണ്ടാക്കി. എന്നിട്ട് 1 നൂറ്റാണ്ട് കാലം എന്തുണ്ടായില്ല? തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ ശാസ്ത്രം ഒന്ന് മാറി. നിരീശ്വരവാദികൾ ഏകദേശം ഒരു 10-50 കൊല്ലത്തിന്റെ ഉള്ളിൽ എവല്യൂഷൻ സിദ്ധാന്തത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്താ അവരുടെ പുതിയ വാദം? ഭൂമിയിൽ ജീവൻ എത്തിയത് ഏലിയൻസ് വഴിയാണ് എന്ന്. ഇതാണ് പുതിയ കണ്ടുപിടുത്തം. ഭൂമിയിൽ ജീവൻ വന്നത് ഏലിയൻസ് വഴിയാണ്. എന്താ ഏലിയൻസ്? പിശാചുക്കള്. അപ്പൊ അവര് ആരംഗീകരിക്കും? പിശാചിനെ അംഗീകരിക്കും. ആരംഗീകരിക്കൂല? പ്രശ്നം അംഗീകരിക്കൂല. അറബികളെ മുന്നിൽ എലോൺ മസ്ക് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഭൂമിയിൽ ആരാ ജീവൻ കൊണ്ടുവന്നത്? ഏലിയൻസ് ആവാനാണ് സാധ്യത. ഏലിയൻസിനെ എവിടുന്ന് കിട്ടി അതറിയില്ല, പക്ഷെ ഏലിയൻസ് ആണ് ജീവൻ എത്തിച്ചിട്ടുണ്ടാവാൻ സാധ്യത. അപ്പോൾ ഇനി നമ്മൾ ആദമിനെ സ്ഥിരപ്പെടുത്തിയാൽ ആദമാണ്. ആദമാവുന്നതിന് എലോൺ മസ്കിനെ പോലെയുള്ളവർക്ക് ആദം മില്ലിൽ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നതിന് എതിരില്ല. അതായത് 1857 മുതൽ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് അത് പൂർണ്ണമായി സമർത്ഥിക്കാൻ കഴിയില്ല. ഒരു കുറ്റമില്ലാത്ത രൂപത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു തിയറി അല്ല, അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തിയറി അല്ല എന്ത്? ഡാർവിനിസം. അപ്പൊ അവർ ഈ അടുത്ത കാലത്ത് അതിൽ നിന്ന് വിട്ടു. ഇപ്പൊ എന്താണ് ഭൂമിയിൽ എങ്ങനെ ജീവൻ കൊണ്ടുവന്നത് എന്നതിന് ആധുനിക ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് ഏലിയൻസ് ആയിരിക്കും. ഏലിയൻസിനെ കുറിച്ച് ഇപ്പോൾ 100 കണക്കിന് സിനിമകൾ. ഒരാഴ്ച കൊണ്ട് അവതാർ സെക്കൻഡ് നേടിയത് 1 കോടി രൂപയാണ്. ഒരാഴ്ച കൊണ്ട്. അതിനുവേണ്ടി ജെയിംസ് കാമറൂൺ അടയിരുന്നുണ്ടാക്കിയതാണ്. ലോകത്തെ വലിയൊരു സമൂഹത്തിന്റെ വല്ലാത്തൊരു അപേക്ഷ കൊണ്ടാണ് ജെയിംസ് കാമറൂൺ ഈ 2ാമത്തെ ഫിലിം കൊണ്ടുവരുന്നത്, അവതാർ. അവതാർ ഇപ്പൊ ലോകമാകെ ഓടിക്കൊണ്ടിരിക്കുക. എന്താ അവതാറിന്റെ പ്രമേയം? അന്യഗ്രഹ ജീവികളാണ്. അന്യഗ്രഹ ജീവികളാണ് ആര്? ഏലിയൻസ്. നിങ്ങളെ വീട്ടിലൊരു അടക്കപ്പഴ മരം ഉണ്ടായി, അതിൽ അടക്കുണ്ടായി. അപ്പൊ നിങ്ങള് അടക്കപ്പഴം, അപ്പൊ വല്യമ്മ പറയും എന്ത്? കാക്ക കൊടുന്ന് കൊത്തിയിട്ടതായിരിക്കും. ഇവിടെ ഒന്നും അടക്കപ്പഴത്തിന് മരമില്ല, ഈ കാര്യമല്ലൊന്നും. കാക്കക്ക് കൊടുന്ന് കിട്ടിയെന്ന് ചോദ്യമല്ല, കാക്കക്ക് കിട്ടി, കാക്ക കൊണ്ടുവന്നിട്ടേക്കാനും. അപ്പൊ മനസ്സിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു ബൗണ്ടറിയിൽ ഒതുക്കാൻ കഴിയുന്ന ജീവിയല്ല കാക്ക. നാടാകെ പറക്കുന്ന കാക്കയാണ് കാക്ക. ആ കാക്കക്ക് ഒരു പരിധി നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കാക്ക എവിടുന്ന് കൊണ്ടുവന്നു എന്ന ചോദ്യമോ ഉത്തരമോ നമ്മൾ അഭിമുഖീകരിക്കൂല. കാക്ക എവിടുന്നോ? കാക്ക അങ്ങനെയല്ലേ? അപ്പൊ ഏലിയൻസ് ആണ് ഭൂമിയിലേക്ക് ജീവനെ കൊണ്ടുവന്നാൽ എന്ന് വെച്ചാൽ ഏലിയൻസിന് പോയി എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് എന്തില്ല? ചോദ്യമല്ല. കാരണം ഏലിയൻസ് നമ്മൾ വിചാരിക്കുന്ന ഒരു പരിധിയിൽ ഒരുങ്ങുന്ന ഒരു സാധനമല്ല. ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ടിരുന്നത് അവതാരടക്കം. ഈ ആധുനിക സിനിമകൾ മുഴുവനും ആരെ നിഷേധിക്കാണ്? അള്ളാഹ് നിഷേധിക്കുക. ആധുനിക സിനിമകളെ മൊത്തം പ്രമേയം അള്ളാഹ് നിഷേധിക്കുക.
ഏലിയൻസ് ആണ് ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാലോ മനുഷ്യൻ ധാർമ്മിക ബാധ്യതകൾ ഉണ്ടാവില്ല. കാരണം ഒരു ധർമ്മനിഷ്ഠയുള്ള ആളല്ല ആര്? ഏലിയൻ. ഇപ്പൊ ആധുനിക ശാസ്ത്രകാരന്മാർ ഇപ്പോൾ പറയുന്നത് കുരങ്ങെന്നല്ല ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് ഏലിയനാ. ഡയറക്റ്റായി ഭൂമിയിലേക്ക് ജീവനെ കൊണ്ടുവന്നു ആര്? ഏലിയൻ. ഏലിയൻ എവിടുന്ന് കിട്ടി അതറിയില്ല. എന്തുകൊണ്ട്? ഏലിയൻ നമ്മുടെ പരിധിയിൽ ഒതുങ്ങുന്ന ഒരു വസ്തു, ഒരു ജീവി അല്ല. ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നത് ഏലിയൻ ആണ് എന്ന് വന്നാൽ മനുഷ്യന് ധാർമ്മികമായ ബാധ്യത ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മനുഷ്യനെ വഹിച്ചു വന്ന ആ ധർമ്മനിഷ്ഠയുള്ള ഒരാളല്ല. ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നത് സത്യസന്ധനായ ജിബിരിയിലാണെന്ന് വാദിച്ചാലോ പ്രശ്നം ഉണ്ടാവും. ഒരു പരിശുദ്ധമായ കയ്യിലൂടെയാണ് നീ ഭൂമിയിൽ വന്നത്. അപ്പൊ പരിശുദ്ധനായി ജീവിക്കുക എന്നത് നിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് വരും. ഏലിയനാണ് ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നെന്ന് വന്നാലോ ഒരു ഉത്തരവാദിത്തമില്ല. എവിടെ വന്നെന്ന് പറയാൻ അറിയില്ല. കാരിയർ കൊണ്ടുവന്നത് ആരാണ്? താനും. ഏലിയനോ ഉത്തരവാദിത്തമൊന്നുമില്ല. ഏലിയൻ എന്തു ചെയ്യാം? ഏലിയനെ പോലെയാണ് നീ. വ്യഭിചരിക്കാം എന്ന വാക്കിന് പോലും അർത്ഥമില്ല. ധർമ്മം ഉണ്ടെങ്കിലേ വ്യഭിചാരം ഉണ്ടാവുള്ളൂ. ധർമ്മമില്ലെങ്കിൽ വ്യഭിചാരം ഉണ്ടാവില്ല. ധർമ്മം ഉണ്ടെങ്കിലേ വ്യഭിചാരം ഉണ്ടാവുള്ളൂ. ധർമ്മമില്ലെങ്കിൽ വ്യഭിചാരം ഉണ്ടാവില്ല. ഒക്കെ നല്ല വശമായിരുന്നു. അന്യ ഒരു പെണ്ണിനെ നീ പ്രാപിക്കരുത്, നീ നിനക്ക് അർഹതപ്പെട്ടതിനെ പ്രാപിക്കാവൂ എന്നതാണല്ലോ എന്ത്? ധർമ്മം. ഈ ധർമ്മം എന്ന കൺസെപ്റ്റ് മാറ്റിവെച്ചാൽ ഒക്കെ കണക്കല്ലേ. അപ്പൊ പിന്നെ എന്തില്ല? ഒക്കെ ചാരയുള്ളൂ, വിചാരല്ല. ഭൂമിയിലേക്ക് ജീവൻ ഏലിയനാണ് കൊണ്ടുവന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ ഏലിയന്റെ എന്തിന് കൺസെപ്റ്റ് ഇല്ല? ഒരു ധാർമ്മികമായ കൺസെപ്റ്റ് ആർക്കില്ല? ഏലിയനില്ല. എവിടെ കിട്ടി അറിയില്ല. ദൈവം ഇല്ല. ആരുണ്ട്? ഏലിയനുണ്ട്. ഏലിയനോ? ഏലിയൻ അങ്ങനെ ധർമ്മനിഷ്ഠയൊന്നുമില്ല. അപ്പൊ നിനക്ക് വ്യഭിചാരമില്ല. നിനക്ക് ആരും കയറാം, എവിടെ ഇറങ്ങാം. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിന്തിക്കി, ഇതൊക്കെ കരുതി കുട്ടി കളിയാ. എന്നിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഈ നിരീശ്വരവാദികൾ ഭീമമായ അബദ്ധം പറയുന്നു എന്നൊരു ചിന്ത മനുഷ്യർക്കില്ല. അതിന് വന്നു പോയ കാലഘട്ടത്തിന്റെ ദുരന്തം. അതായത് ഒരു സുപ്പീരിയർ പദവി നമ്മൾ ദൈവനിഷേധികൾക്ക് വകച്ചൊടുത്തു. അതിന് കാരണം സയൻസാ. മതവിശ്വാസികൾക്ക് ഒരു ഇൻഫ്യൂരിറ്റീവ് കോംപ്ലക്സ് ഉണ്ട്. എന്തുകൊണ്ട്? അതായത് ഞങ്ങൾ ഒന്നിനും പോരാ എന്നൊരു ധാരണ മൊത്തത്തിൽ ആർക്ക് വന്നു? മതവിശ്വാസികൾക്ക് വന്നു. എന്താ കാരണം? സയൻസിന്റെ മാനദണ്ഡം അവരുടെ കയ്യിലാണ്. അപ്പോൾ സയൻസിന് നമ്മൾ ഒരു സുപ്പീരിയർ പദവി കൊടുത്തു. സയൻസ് എന്താ സയൻസിന്റെ ഡെഫിനിഷൻ? ഒരു സുപ്പീരിയർ പദവി സയൻസിന് വകവെച്ച് കൊടുത്തു മതവിശ്വാസികൾ. അപ്പോൾ മതവിശ്വാസികൾക്ക് സ്വമേധയാ ഒരു ഇൻഫ്യൂരിറ്റി വന്നു. എന്ത്? ഒരു അപകർഷത ബോധം. നമ്മളൊന്നിനും കൊള്ളില്ല. അപ്പൊ അവര് പറഞ്ഞതിന് മറുപടി നമ്മൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞ ഒരു മറുപടി വരില്ല. എന്തുകൊണ്ട്? മതവിശ്വാസികൾക്ക് ഈ കാലഘട്ടത്തിൽ എന്തു വന്നു? ഒരു ഇൻഫ്യൂരിറ്റി വന്നു. അതായത് സ്വയം ഒരു അപകർഷണ ബോധം. അതിന് കാരണം എന്താ? സുപ്പീരിയർ പദവി ആർക്ക് നൽകി? സയൻസിന് നൽകി. അപ്പൊ അവർ ചോദിച്ചതിന് മുഴുവൻ നമ്മൾ മറുപടി. നമ്മൾ ചോദിച്ചതിന് മറുപടി പറയേണ്ട ബാധ്യത അവർക്കില്ല. നമ്മളെല്ലാവരും അംഗീകരിക്കണം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയും. ഫോസിൽ അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഓക്കെ. ഭൂമിയിലെ ആദ്യത്തെ നാഗരിക സിവിലൈസേഷൻ ഏതാ വർഷം? മനുഷ്യ സമൂഹം നഗരവൽക്കരണത്തിലൂടെ ഒരു സമൂഹം മാറിയ വർഷം ഏതാ? BC 7500 8000 അറൗണ്ട്. ഭൂമിയിലെ ആദ്യത്തെ നഗരവൽക്കരണം നടന്നത് മെസോപ്പൊട്ടോമിയയിലാണ്. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ് എന്ത്? എല്ലാ സിവിലൈസേഷന്റെയും മാതാവാണ്. ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ. എല്ലാ സംസ്കാരങ്ങളുടെയും അടിസ്ഥാന കളിത്തൊട്ടിലാണ് ഏത്? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. BC 7500 എന്നും BC 8000 എന്നും അഭിപ്രായങ്ങളുണ്ട് ചരിത്രപക്ഷം. അഥവാ BC 7500 8000 അറൗണ്ട് ആണ് എന്ത്? ആദ്യത്തെ നഗരവൽക്കരണം. അതായത് ആദ്യത്തെ നഗരം. അപ്പൊ നമ്മളിന്ന് എത്ര കാലം? BC 8000 എന്ന് കൂട്ടുക. അപ്പോൾ നമ്മളിന്ന് എത്ര കൊല്ലം അകലെ? 10000 കൊല്ലം അകലെയാണ് മനുഷ്യർ സമൂഹമായി പാർത്ത്. മനുഷ്യൻ ഭൂമിയിൽ 30-40 ലക്ഷം കൊല്ലം മുമ്പ് ഉണ്ടാകുക. എന്നിട്ട് ഒരാളും കൂടാതെ അങ്ങനെ അന്തല്ല നടക്കുക. ഈ ബുദ്ധിയുള്ള മനുഷ്യൻ, പ്രപഞ്ചത്തിലെ കാണുന്ന ഏറ്റവും ശക്തനായ ബൗദ്ധികനായ മനുഷ്യൻ, ലക്ഷോപലക്ഷം വർഷം ഒരു സമൂഹമായി ജീവിക്കാൻ അറിയാതെ നടന്നിട്ട് ആകെ സമൂഹമായി ജീവിക്കുന്നത് അതെങ്ങനെ അംഗീകരിക്കുക? നഗരമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പറയാൻ 10 ലക്ഷം മുമ്പ് ഒരു നഗരമുണ്ട്, പക്ഷെ ആർഗ്യുമെന്റ്സ് കാണിക്കേണ്ടി വരും. അതില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു
50,000 വർഷങ്ങൾക്ക് നടന്ന ഒരു നഗരത്തിന്റെ എന്തെങ്കിലും ഒരു ആർക്കിയോളജിക്കൽ എന്തെങ്കിലും ഒരു പുരാവസ്തു അവശിഷ്ടത്തെ കാണിക്കാൻ ഇന്ന് വരെ ആധുനിക ചരിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും മുത്തഫഖുനാണ് ഒത്ത് സംഭവിച്ചതാ. എന്ത്? മനുഷ്യൻ ഒരു നാഗരിക സമൂഹമായി രൂപപ്പെടുന്നത് BC 7500-8000 അറൗണ്ടാണ്. എത്ര വലിയ കളവായി പ്രചരിപ്പിക്കുന്നത്, തനി കളവ്. ഈ തനി കളവ് കേൾക്കാൻ നമ്മൾ വിധേയരാ. ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാം. ഇതിന് മറുപടി പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല. എന്തുകൊണ്ട്? ഉദാഹരണം പറയാം. ഭൂമിയിലെ ഏലിയൻ എവിടുന്ന് വന്നു അതൊക്കെ പറയാൻ കഴിയില്ല. ഏലിയൻ എവിടുന്ന് കിട്ടി പറയാൻ കഴിയില്ല. സയൻസ് എന്നാൽ ദ സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിൻ എന്ന പ്രകൃതിയെയും പ്രകൃതിയിലെ പ്രതിഭാസത്തെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? സയൻസ്. അതിനപ്പുറം, അതായത് ഈ കാണപ്പെടുന്ന ആളുടെ പ്രകൃതി, ഏലിയനെ പറ്റി പോലും പറയാൻ ആർക്ക് കഴിയില്ല. ഒരു ഏലിയനെ കാണിച്ചാലും കഴിയില്ല. പടച്ചോനെ കാണിച്ചാലും നമ്മളോട് ചോദിക്കും, കാണാത്ത ഓൻ അംഗീകരിക്കൂല. അതേ സമയത്ത് ഏലിയനോ കാണിച്ചു തരൂല, അംഗീകരിക്കുകയും ചെയ്യും. നമുക്ക് ഇവര് ഇൻഫിനിറ്റി ബാധിച്ചു, ഒന്നുകൂടി ചോദിക്കാൻ പാടില്ല. അവന്റെ നേച്ചർ സിസ്റ്റത്തിൽപ്പെട്ട ആളല്ല ആര്? പടച്ചോൻ. ആരുമല്ല, ഏലിയനല്ല. ഏലിയനോ അംഗീകരിക്കും, പടച്ചോൻ അംഗീകരിക്കൂല. ഒരു ഏലിയനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രത്തിന് കഴിയില്ല. പക്ഷെ ശാസ്ത്രം, ആധുനിക ശാസ്ത്രം ഏലിയനെ അംഗീകരിക്കും. എന്തുകൊണ്ട് കഴിയൂല? ഈ തിരിച്ച് നമ്മൾ ചോദിക്കൂല എന്തുകൊണ്ട് കഴിയില്ല. കാരണം ശാസ്ത്രം എന്താ? ദ സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിൻ. ഇതാണ് ശാസ്ത്രം, ഇതാണ് ഫിസിക്സ്. ഫിസിക്സ് ആണല്ലോ എന്ത്? ശാസ്ത്രത്തിന്റെ ബേസ്മെന്റ് ഫിസിക്സാ. ബാക്കി മുഴുവനും അതിലേക്ക് ചേർക്കപ്പെട്ടതാ. മാത്സ് പോലും, മാത്സ് എന്നാൽ സത്യത്തിൽ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷയാണ് എന്ത്? മാത്സ്. മാത്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രം. പക്ഷെ ആ അടിസ്ഥാന ശാസ്ത്രം പോലും എന്താണ്? ഫിസിക്സിന്റെ അതിന്റെ ഒരു ലാംഗ്വേജ് അത്രയേ ഉള്ളൂ. എല്ലാത്തിന്റെ അടിസ്ഥാനം ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രത്തിന്റെ ഡെഫിനേഷൻ ഈ പറഞ്ഞു. സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിൻ, പ്രകൃതിയെയും പ്രകൃതിയിലെ പ്രതിഭാസത്തെയും കുറിച്ചുള്ള പഠനത്തിനാണ് എന്തു പറയാ? ഫിസിക്സ്. അത്ര. അപ്പൊ ഈ കാണുന്നവർ മാത്രമേ പറയുള്ളൂ. ആത്മാവിനെ കുറിച്ച് ഒന്നും പറയില്ല. ആത്മാവുള്ള ജീവന് അവർ ഗുളിക കൊടുത്തിട്ട് പൈസ വാങ്ങിപ്പോകും. ആത്മാവ് മിടിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്ന് അവസാനം മാസ്ക് ഇട്ടിട്ട് ആ പൈസയും കൂടി അവർ വാങ്ങിപ്പോകും. ഈ ആത്മാവ് എവിടെ നിന്ന് വന്നോന്നും എവിടേക്ക് പോകുന്നു എന്ന് പറയാൻ അവർക്കൊരു ന്യായവും ഇല്ല. എന്തുകൊണ്ടില്ല? അത് ഇതിന്റെ പരിധിയിൽ വരില്ല. അത് നാച്ചുറൽ അല്ല, നാച്ചുറൽ ഫിനോമിനും അല്ല, പ്രകൃതിയുമല്ല, പ്രകൃതിയിലെ പ്രതിഭാസവുമല്ല എന്ത്? ആത്മാവ്. അപ്പോൾ എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് എന്നാൽ തികച്ചും ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസം, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ ഒരു കണ്ണിലൂടെ ലോകത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഒതുക്കുക. ഒരു കലക്കും സാഹിത്യത്തിനുമാണെങ്കിൽ കലാസാഹിത്യം എന്ന നിലയിൽ അതിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായാലും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ജനതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിത രീതിയിൽ വരുന്ന മികവിനെയും അവരുടെ ദുർബലതകളെയും പരിഹരിക്കാനോ അതിലുള്ള കാര്യത്തെ മനസ്സിലാക്കാനോ ആണ് പലപ്പോഴും കല ഉപയോഗപ്പെടുത്തിയത്. അത് തകഴിയാണെങ്കിലും, അത് ഇനി കേശവദേവാണെങ്കിലും, ഇനി വിജയനാണെങ്കിലും, MT ആണെങ്കിലും, ഇവരൊക്കെ ഇനി ലോകത്ത് വന്ന കലാകാരന്മാർ ഷേക്സ്പിയർ ആണെങ്കിൽ പോലും ലോകത്ത് കാണുന്ന മാറ്റങ്ങൾ, ഏകദേശം 400ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഷേക്സ്പിയർ വരുന്നത്. ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒരു നാടകമാണ് മർച്ചന്റ് ഓഫ് വെനീസ്. എന്താണ് മർച്ചന്റ് ഓഫ് വെനീസിലെ അതിന്റെ ഉള്ളിലുള്ള മിത്ത് എന്താ? അതിന്റെ ഉള്ളിലുള്ള എന്ത് മർച്ചന്റ് ഓഫ് വെനീസ് എന്താ പ്രശ്നം? ഈ നാടകത്തിന് ലാഭമുണ്ട്. എന്താ ലാഭം? പലിശയെ വർജിക്കുക. ഇത് മതധർമ്മങ്ങൾ പറഞ്ഞതിന് ഒരാക്കം കൂട്ടിയതാണ്. ഒരു തെറിച്ച പരിഷ്കാരിയായി കണക്കാക്കപ്പെടുന്ന ആ മനുഷ്യൻ പോലും ഇന്നത്തെ അളവിലേക്ക് ചോദിച്ചാൽ വലിയ ധർമ്മനിഷ്ഠരാണ്. യൂറോപ്പിന്റെ സംസ്കാരത്തിൽ, ചരിത്രത്തില് ഒരു പരിഷ്കാരിയായ സാഹിത്യകാരനാണ് ആര്? ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ ഓരോന്നും ധർമ്മനിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു മെസ്സേജ്, അത് ധാർമ്മികമായ മെസ്സേജാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഓടിപ്പോക്ക് സുലഭ. ഷേക്സ്പിയർ പോലും ഓടിപ്പോവുക എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നില്ല. എന്തുകൊണ്ട്? കുടുംബമാണ്. കുടുംബം എന്ത് പ്രശ്നമാണെങ്കിലും കുടുംബത്തെ വർജിക്കാൻ പാടില്ല എന്ന ധാർമ്മികതയിലാണ് പരിഷ്കാരിയായ ഷേക്സ്പിയർ നിൽക്കുന്നത്. കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് രമണൻ ചോദിക്കുക, അല്ലെങ്കിൽ പെണ്ണ് ചോദിക്കുക. അപ്പൊ രമണൻ പറയുന്ന മറുപടിയാണ് പാടില്ല, നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇത് 930കളിലെ കവിത, അവരുടെ ചങ്ങമ്പുഴ.
കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ ഞാൻ എന്നാണ് ഇജ്ജ് പോരെന്ന് ആലോചിക്കുന്നു എന്ന് പറഞ്ഞൂടെ? അതേ സമയത്ത് കവിയുടെ അടുത്ത വാക്ക് പാടില്ല പാടില്ല നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നിപ്പോ നമ്മളെ എല്ലാം ആയാലും കഴിയാലും കാര്യം 10ാം ക്ലാസ് മദ്രസയിൽ ഒക്കെ പഠിച്ച് റായത്തായി നടക്കണേ. നമ്മളെ 10ാം ക്ലാസ് മദ്രസയിൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ പരിപാടിക്ക് അവാർഡ് വാങ്ങി ഇരിക്കണ ബളക്കൾ നല്ല ആളല്ലേ ചങ്ങമ്പുഴ. ഒരു കാലത്ത് തള്ളിയ ചങ്ങമ്പുഴ ഇന്നത്തെ കണ്ണിലൊക്കെ നോക്കുമ്പോൾ ധർമ്മനിഷ്ഠനാണ്. എന്തുകൊണ്ട്? അവർക്ക് മതബോധം ഉണ്ടായിരുന്നു, ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പൊ ധർമ്മനിഷ്ഠ ഏലിയൻസിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ല? ധർമ്മത്തിനൊരു മാറ്റരിയില്ല. കാരണം ഏലിയൻ തന്നെ ധർമ്മമില്ലാത്തവനാണ് ഇവിടെ വിഷയം. പുതിയ രീതി അനുസരിച്ച് ഒരാൾ ചോദിക്കുന്നുണ്ട് ആ സദസ്സിൽ, അപ്പൊ ആദം ഏലിയനാണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഏലിയനായിരിക്കും. അപ്പൊ പുതിയ രീതി അനുസരിച്ച് ആരംഗീകരിക്കാം? ആദവൻ അംഗീകരിക്കാം. ആദമാണോ ഭൂമിയിൽ വന്നത്, ജീവൻ കൊണ്ടുവന്നത്? അപ്പൊ ആദം ആരാണ്? ഏലിയനാണ്. ഏലിയൻ പറഞ്ഞാല് ശൈത്താൻ. ഇപ്പോൾ പുതിയ എലോൺ മസ്കിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പൊ പുതിയ ലോകത്താക്കെ പ്രചരിപ്പിക്കുന്നതാണ് ഇത്. ഡാർവിൻ തിയറി അല്ല. അതായത് ഡാർവിൻ തിയറിയെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുള്ളി വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു സാധനമല്ല എന്ത് ഡാർവിനിസം. അപ്പൊ ഇനി ചോദ്യമില്ലാത്തൊരു സാധനത്തെ കൊണ്ടുവന്നു. എന്ത്? ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നത് ഏലിയൻ ആയിരിക്കും. ഏലിയൻ എന്ന് പറഞ്ഞാൽ ഏലിയൻ എന്ന ഒരു പിശാച്, വലിയ തലയുള്ള പിശാച്. അതൊരു സാത്താനിസ്റ്റ് വരച്ചുകൊടുത്താൽ ഞാൻ പിന്നെ പറയാം. അയാൾ തന്നെയാണ് വിക്ടറി ചിഹ്നം. ഒരു പിശാചിനെ ആരാധിച്ച ആൾ വരച്ചുകൊടുത്തത്. ലോകത്താദ്യമായി ഇത് ഉയർത്തിക്കാട്ടിയത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഉദ്ഘാടനം ചെയ്താണ് ഈ സിമ്പിൾ. ഇന്നിപ്പോ അജ്ജനോണോട് എങ്ങനെ പോകും? കേവലം സൃഷ്ടിക്കലല്ല, അവൻ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വയുമീതു റബ്ബുക്കും റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പക്ഷത്തു നിന്നുള്ള വായനയാണ് റബ്ബ്. അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള വായനയും റബ്ബ് നമ്മുടെ പക്ഷത്തു നിന്നുള്ള വായനയുമാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കല്ല ഉത്തരവാദിത്വം, സംരക്ഷിച്ചു തരാം എന്ന ഒരു പ്രോമിസാണ്, ഒരു എഗ്രിമെന്റ് ആണ്. എന്ത്? റബ്ബ് സംരക്ഷിച്ചു തരാം എന്നുള്ളടങ്ങിയ ഒരു എഗ്രിമെന്റ് ആണല്ലോ എന്ത്? റബ്ബ്. അപ്പൊ മസ്ഊലിയത്ത് ആർക്കായി? റബ്ബ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. റബ്ബ് എന്ന് പറയുമ്പോ ആ വാക്കിൽ നിനക്ക് വല്ലാത്തൊരു സ്വരഭംഗിയുണ്ട്, ആലോചന ഭംഗിയുണ്ട്. നിനക്കൊരു ഉത്തരവാദിത്വമല്ല, ഉത്തരവാദിത്വം ആർക്കാ? കാരണം അവൻ നിന്റെ റബ്ബാണ്. അപ്പോൾ പിന്നെ നിനക്കൊരു ഉത്തരവാദിത്വം വേണം. അതാണ് എന്ത്? നീ ഇബാദത്ത് ചെയ്യണം. നീ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും റബ്ബായിരിക്കും. എന്തുകൊണ്ട്? അവൻ റഹ്മാനാണ്. അവൻ റഹ്മാനായത് എന്തുകൊണ്ട്? അവൻ റബ്ബായതുകൊണ്ട്. അവൻ റബ്ബായത് എന്തുകൊണ്ട്? അവൻ റഹ്മാനായതുകൊണ്ട്. നമ്മൾ വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലെങ്കിലും അവൻ ആരാണ്? റബ്ബ്. അതാണ് റഹ്മാൻ. നമ്മൾ വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലെങ്കിലും അവൻ റബ്ബായിരിക്കും. നമ്മൾ ഇബാദത്ത് എടുത്താലും അവൻ റബ്ബാണ്, നമ്മൾ ഇബാദത്ത് എടുത്തില്ലെങ്കിലും റബ്ബാണ്. ആധുനിക ശാസ്ത്രം ഒരു ചതിയ. ലോകത്ത് ചതിയല്ലാതെ ഒന്നും നടക്കണില്ല. ലോകം മൊത്തം ചതിയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ ചതിയാണ്. ആരുടെ ചതി? യൂറോപ്പിന്റെ ചതി. മനുഷ്യരാശിയെ ചതിച്ചത് യൂറോപ്പാണ്, യാതൊരു സംശയമില്ല. യൂറോപ്പിന് പറയാവുന്ന ഭാഷയാണിത്. അതേസമയത്ത് ഖുർആന്റെ ഭാഷ എന്താ? ഖുർആൻ ഉത്തരവാദിത്തമുള്ള ഗ്രന്ഥ. മനുഷ്യൻ അതിന്റെ ധർമ്മം, നീതി, സത്യം, കരുണ, ദയ ഇതൊക്കെ അധിഷ്ഠിതാണ്. ആധുനിക ശാസ്ത്രത്തിന് അങ്ങനത്തെ ഒരു ചിന്തയില്ല. എന്തുകൊണ്ട്? ഉദാഹരണം പറയാം. ഒരു മനുഷ്യനെ കെലിമല്ലി മരിക്കാൻ പോലും സമ്മതിക്കൂല. ആ മനുഷ്യൻ ആശുപത്രിയിൽ മരിക്കാൻ നടക്കാൻ കൊണ്ടായ നടന്ന് ഈ കോഴിക്കോട്ട് ഈ ഇട്ടാവട്ടത്തിന്റെ പരിസരത്തേക്ക് നടന്ന് ആശുപത്രിയിലെ ജനറൽ വാർഡിലേക്ക് കയറിയവനെ അവസാനം മാസ്ക് ഇട്ടിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ മയ്യത്ത് തിരിച്ചു കൊടുത്ത എത്ര സംഭവമുണ്ട്? നടന്നു അയാള് ഒരാഴ്ച കൊണ്ട് രോഗിയാക്കി, പിന്നെ മരിപ്പിച്ച് കെലിമല്ല മനുഷ്യരാ. അന്നത്തെ മാസ്കിന്റെ പൈസ അടക്കം, അന്നത്തെ ICUവിന്റെ പൈസയും കൂടെ അടക്കം എടുത്ത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? മയ്യത്തവര് പാക്ക് ചെയ്യും. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു ധർമ്മബോധം ആർക്കില്ല? സയൻസില്ല. സയൻസിന് അങ്ങനൊന്നുമില്ല. അവർക്ക് ആ കാര്യങ്ങൾ നടക്കണം, എല്ലാം നടക്കണം, എല്ലാം എന്തൊക്കെ നടക്കണം, അത്ര തന്നെ. അതിനെ പിന്നെയുള്ള വൻചതികൾ. കുപ്പായത്തിന്റെ മേലെ തൊപ്പിട്ടിട്ട്, തൊപ്പിന്റെ മേലെ ഒല്ലിട്ടിട്ട്, ഒല്ലിന്റെ മേലെ താടിയിട്ടിട്ട്, താടി ഇക്കാലം വരെ ഒരു രോമം പോകാത്ത രൂപത്തിൽ ഉറി കെട്ടിയൊക്കെ നടക്കാം. അതുകൊണ്ടൊന്നും ധർമ്മനിഷ്ഠ ഉണ്ടായിക്കോളുന്നില്ല. ധർമ്മനിഷ്ഠ വേറെയാണ്. അല്ലാഹു മക്കാത്ത് രക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഇതിനും കൂടി പറഞ്ഞാൽ ഒന്നും എല്ലാം കൂടി പറയാൻ ഈ ക്ലാസ്സിൽ പറ്റൂല. ഒരാളുടെ ചോദ്യം, പൂച്ചയെ വാങ്ങി വളർത്താൻ പറ്റുമോ? മറുപടി, പൂച്ചയാണെങ്കിൽ പറ്റും,
ഇന്ന് നമ്മളെ നാടുകളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടെത്തുന്ന ചില തൊപ്പക്കാടുകളുള്ള പൂച്ചകൾ സങ്കര ഇനങ്ങളാണ്. ഇതിന്റെ ഹോർമോണുകൾ ചിലത് പന്നിയിൽ നിന്നാവാം, ചിലത് ആൾസേഷൻ നായകളിൽ നിന്നാവാം. അപ്പോൾ അതിന് പൂച്ചന്റെ ഹുക്കുമുണ്ടാണ് എങ്ങനെ? 100 ലിറ്റർ കറക്കുന്ന പശുവാവുന്ന എങ്ങനെ? 100 ലിറ്റർ കറക്കുന്ന പശുവിലേക്ക് കയറ്റി കൂട്ടിയത് പന്നിയുടേതും നായയുടേതും അടക്കമുള്ള പലജാതി സാധനത്തിൻ്റെതായിരിക്കും. അപ്പോൾ ഈ സങ്കര ഇനങ്ങളുടെ ഒരു ക്വാളിറ്റിയിൽ ഇതിൽ നിന്ന് എന്ത് ലഭിക്കും? 100 ലിറ്റർ പാൽ ലഭിക്കും. പാലായി ഉപയോഗിക്കുന്നത് എങ്ങനെയാ? പശുവിനെ ഉറപ്പിച്ചോളാം. ഒത്തിരി എങ്ങനെയാ എവിടുന്ന് ഉണ്ടായത്? പൂച്ചയെ വാങ്ങി വളർത്താൻ പറ്റുമോ? പറ്റും. എന്താണെങ്കിൽ പൂച്ചയാണെങ്കിൽ. അതുകൊണ്ട് ഇത്തരം പൂച്ചകളെ നമ്മൾ വളർത്തുമ്പോൾ 100 വട്ടം ആലോചിക്കണം. എന്തുകൊണ്ട്? ആധുനികതയുടെ ചതി അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ 100 വട്ടം ആലോചിക്കണം. 100 വട്ടം ആലോചിക്കണം. വലിയ ആപത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോണ്. പിശാച് ജീവിതത്തിൽ നീ പോകുകയല്ല, ആ രൂപത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ് പറയാം. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن ترفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع وباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوبال واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا ربنا ആത്മർച്ചോനെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ ക്ലാസ് കേട്ടവർക്കൊക്കെ ഉപകരിക്കണമേ റബ്ബേ. ആധുനിക ശാസ്ത്രത്തിന്റെ പിന്നാലെ ഓടി അല്ലാഹുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന യുവതി യുവാക്കൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ ഈ ക്ലാസ് ഉപകരിക്കണമേ റബ്ബേ. നിരീശ്വരവാദത്തിന്റെയും ലിബറൽ വാദത്തിന്റെയും പിന്നാലെ ഓടി സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുവതി യുവാക്കൾക്ക് നേരെ ചിന്തിക്കാൻ ഈ ക്ലാസ് ഉപകരിക്കണമേ റബ്ബേ. നേരെ മനസ്സിലാക്കാൻ ഉപകരിക്കണമേ റബ്ബേ. ശാസ്ത്രം അപൂർണവും വികലവുമാണ് എന്ന ചിന്ത, എന്ന യാഥാർത്ഥ്യം അവർക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. ഹക്കായ ദീനിൽ മടങ്ങി വന്ന് ഹക്കായ ദീനിൽ വിശ്വസിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ.